വെൽക്കം ടു ട്യൂട്ടോട്ട്. 2024 ഫെബ്രുവരി 21 കണ്ടക്ട് ചെയ്തിട്ടുള്ള SSC GD എക്സാമിനേഷൻ്റെ എലമെൻ്ററി മാത്തമാറ്റിക്സിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് തന്നിട്ടുണ്ട്. ഇത് ചെയ്യേണ്ടത് അറിയുന്നതാണ് വിശ്വസിക്കുന്നത്. ബോർഡ് മാസ് വെച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത്. അത് മാത്രമാണ് ഇതിൽ അഡീഷണൽ ആയിട്ട് പറയേണ്ട കാര്യം. വിച്ച് മീൻസ് ബ്രാക്കറ്റ് ആദ്യം ഓർഡേഴ്സ് ഓർ ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, അത്രയേ ഉള്ളൂ. സോ ഇതിൽ നിന്ന് ബ്രാക്കറ്റിലുള്ള ആദ്യം 7 - 2 5 45/5 എത്ര വരും? 9 ഇൻറ്റു അടുത്തത് ഓഫ് ഉണ്ട്. ഓഫ് മീൻസ് മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. 6 × 4 24. ദെൻ രണ്ടും കൂടെ അഡീഷൻ ചെയ്ത് വെക്കുന്നു. 5 85 വിച്ച് മീൻസ് നമുക്ക് 85 മൈനസ് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 216. സോ ഫൈനൽ ആൻസർ -130 കിട്ടും. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് സിമിലർ? സെയിം സാധനം തന്നെ, ബോർഡ് മാസ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യേണ്ടതാണ്. ബോർഡ് മാസ് തന്നെയാണ് നമുക്ക് ഇവിടെയും വേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ഏതാ ആദ്യം എടുക്കേണ്ടത്? ഡിവിഷൻ. 16 32 2 തവണ, വിച്ച് മീൻസ് 200 പ്ലസ് 32 × 4 8 128. പിന്നെ ഈ സംഖ്യ 4400 നിന്ന് മൈനസ് ചെയ്യുന്നതിനും 200 മൈനസ് ചെയ്താൽ 4200 പ്ലസ് 128 4328. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓൺ സെല്ലിംഗ് എ ബുക്ക് അറ്റ് 5/12 ഓഫ് ദ മാർക്കറ്റ് പ്രൈസ് ദർ ഈസ് എ ലോസ് ഓഫ് 50%. വാട്ട് വിൽ ബി ദ റേഷ്യോ ഓഫ് മാർക്കറ്റ് പ്രൈസ് ആൻഡ് കോസ്റ്റ് പ്രൈസ് ഓഫ് ദ ബുക്ക്? സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് ടേംസിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു ബുക്ക് അവർ സെല്ല് ചെയ്ത സമയത്ത് മാർക്കറ്റ് പ്രൈസിനേക്കാളും മാർക്കറ്റ് പ്രൈസിൻ്റെ 5/12 അവർ സെല്ല് ചെയ്ത സമയത്ത് എന്താ ഉണ്ടായത്? 50% ലോസ് ഉണ്ടായെന്നല്ലേ പറഞ്ഞത്. 50% ലോസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി കോസ്റ്റ് പ്രൈസ് ഉണ്ട്. കോസ്റ്റ് പ്രൈസിൻ്റെ 50%-നായിരിക്കും അവർ സെല്ല് ചെയ്തിട്ടുണ്ടാവുക. വിച്ച് മീൻസ് നമുക്ക് എങ്ങനെ എഴുതാം? കോസ്റ്റ് പ്രൈസിൻ്റെ 50%-നാണ്. നേരിട്ട് 1/2 എന്ന് എഴുതണം കേട്ടോ. ഇതിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. 0 കട്ട് ചെയ്ത് പോയി, 5 കട്ട് ചെയ്ത് പോയി. ക്വസ്റ്റ്യൻ എന്താ? മാർക്കറ്റ് പ്രൈസും കോസ്റ്റ് പ്രൈസും തമ്മിലുള്ള റേഷ്യോ. സോ MP/CP ഈസ് ഈക്വൽ ടു, ഇവിടെ എന്താ ബാക്കിയുള്ള 12 മുകളിലോട്ടേക്ക് പോവും. 12/10 ഈസ് ഈക്വൽ ടു 6/5. ഓപ്ഷൻ 2. The length of the side of cube is 14 cm. What is the lateral surface area of the cube? നേരിട്ട് 4² എന്ന് പറഞ്ഞിട്ട് എനിക്കങ്ങ് പോയാൽ മതിയേ. പക്ഷേ ജസ്റ്റ് ഒരു ബേസ് കാര്യം പറയുകയാണ്. ഇതൊരു സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ ഓർ ക്യൂബ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് വെച്ചാൽ ഇതിൻ്റെ ബേസും ടോപ്പും ഒഴിവാക്കിയതിന് ശേഷം വരുന്ന പോർഷൻ, അതിൻ്റെ ഏരിയ എത്രയാണ്? അത്രയാണ് ചോദ്യമുള്ളൂ. അതാണ് ഈ ലാറ്ററൽ സർഫസ് ഏരിയ എന്നുള്ളത് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു സൈഡ് 14 അപ്പോൾ ഒരു സൈഡിൻ്റെ 14 സ്ക്വയർ വരും. അതുപോലെ 4 സൈഡാണ് ഉണ്ടാകാൻ പോകുന്നത്. വിച്ച് മീൻസ് ലാറ്ററൽ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ 4a² അങ്ങനെയാണ് വരുന്നത്. 4 × 14 സ്ക്വയർ 4 × 196. ഇതെന്ത് ചെയ്യും നിങ്ങൾ? ഇൻറ്റു മൾട്ടിപ്ലൈ 4 വെച്ചിട്ട് ഓരോന്ന് മൾട്ടിപ്ലൈ ചെയ്യും. ഇതൊക്കെ ഒരു ഷോർട്ടിൽ പോവണേ. ഞാൻ എൻ്റെ മെത്തേഡ് പറയാണ്. 200 × 4 നമുക്ക് ചെയ്തൂടെ? 800 ആണെന്ന് അറിയാലോ. 200 നിന്ന് ഓരോ തവണയും 4 കുറഞ്ഞതല്ലേ? അങ്ങനെ എത്ര തവണ? 4 തവണ. വിച്ച് മീൻസ് 16 ഇവിടെ മൈനസ് ആയിട്ടുള്ളതല്ലേ? വിച്ച് മീൻസ് നമുക്ക് 784 ഇൻറ്റു ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് വരുന്നതിന് പകരം ഈസി മെത്തേഡിൽ ഇങ്ങനെ ചെയ്യാം. ഇതൊക്കെ ഒരു ചെറിയ ടൈം കൊണ്ട് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്ത് പോണേ. ജോൺ ഡെപ്പോസിറ്റ് $1,000 ഇൻ ബാങ്ക് അക്കൗണ്ട് ദാറ്റ് ഓഫേഴ്സ് എ സിമ്പിൾ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് 5% അല്ലേ? 5% per annum. How much interest will he earn after 2 years? സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഇക്വേഷൻ അറിയാവുന്നതാണ്. PRT/100. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ചോദിച്ചുള്ള പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ്? 1000. ഡോളറിലാണ്, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 5/100 ഇൻറ്റു 2 വർഷത്തോട്ടേക്ക് പോയി. സോ 5 × 10 × 10 100. ഫൈനൽ ആൻസർ $100 ആണ് നമ്മളുടെ റേറ്റ്, ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നത്. എ ടേബിൾ വൺ സോൾഡ് ഫോർ 11,480 gives a loss of 18%. Calculate the loss or gain percentage when the same table is സോൾഡ് 15,540 രൂപയ്ക്ക്.
അപ്പോൾ ആദ്യത്തെ പോർഷനിൽ നമുക്ക് ആദ്യം കോസ്റ്റ് പ്രൈസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. കോസ്റ്റ് പ്രൈസിൻ്റെ ലോസ് ഉണ്ടായെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. ലോസ് ഓഫ് 18% ഉണ്ടായെന്ന് വെച്ചാൽ കോസ്റ്റ് പ്രൈസിൻ്റെ 100 - 18 എത്രയാ? 82% അവരിപ്പോൾ ഓൾറെഡി സെല്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പൈസ 11,480, വിച്ച് മീൻസ് കോസ്റ്റ് പ്രൈസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുമല്ലോ. ഇവിടെ ഇൻറ്റു 100 / 82 മൾട്ടിപ്ലൈ ചെയ്തും ഡിവിഷനൊക്കെ നടത്തി വരുമ്പോൾ 14,000 രൂപ നമുക്ക് കിട്ടി. കോസ്റ്റ് പ്രൈസ് അതാണെന്ന് പറഞ്ഞു. ഇനി അടുത്ത കണ്ടീഷനാണ്, അവരത് 15,540 രൂപയ്ക്ക് വിറ്റു. പുതിയ സെല്ലിംഗ് പ്രൈസ് 15,540 രൂപയ്ക്കാണ് സെല്ല് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവില്ല ഇത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ. 14,000 രൂപയുടെ ഒരു ഒബ്ജക്റ്റ് 15,000-ന് വിറ്റു, പ്രോഫിറ്റാണ്. ഇനി പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആദ്യം പ്രോഫിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. പ്രോഫിറ്റ് എന്താ? ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് 15,540, 14,540 നേരിട്ട് തന്നെ കണ്ടുപിടിക്കാം. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 1,540 രൂപ വരും. ഇനി പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് എത്രയാണോ ഡിവൈഡഡ് ബൈ എത്രയായിരുന്നോ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. 184, 14, 15 ഒരു തവണ പേ അഗെയിൻ വന്നു. 11% പ്രോഫിറ്റ്. ഡിറ്റർമൈൻ ദ ഫോർത്ത് പ്രൊപ്പോർഷൻ ടു 30, 120 ആൻഡ് 15. ഇതൊരു കുഞ്ഞു കൺസെപ്റ്റാണ്. ABCD എന്ന് പറഞ്ഞ 4 നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നപ്പോൾ എങ്ങനെ വരും വെച്ചാൽ A:B = C:D. ഇനി കാര്യം എളുപ്പമല്ലേ? എങ്ങനെ വരും? 30/120 എന്ത് എഴുതാം? 15 ഞാനിവിടെ D എന്നാണ് എഴുതിയിട്ടുള്ള നാലാമത്തെ നമ്പർ ഏതാണെന്നാണ് ചോദ്യം. D. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് വരും? 15 30-ൽ 2 തവണ, ഇവിടെ 60 തവണ. സോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്ന സമയത്ത് D = 60. കാൽക്കുലേഷൻ ഓക്കെ ആണല്ലോ. ഈ 4/5 of A is equal to 2/5 of B. Then find the value of A:B. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? എന്താ പറഞ്ഞിരിക്കുന്നത്? 4/5 of A is equal to 2/5 of B തന്നിട്ടുണ്ട്. 5 കട്ട് ചെയ്ത് പോയി 2 തവണ. A:B എത്രയാണ് ചോദിച്ചത്? A/B is equal to 1. ഇവിടെ 2 താഴോട്ടേക്ക് വന്നു. 1:2. ഫൈനൽ ആൻസർ ഓപ്ഷൻ A. If you get 5% more mark than V, then by what percentage mark of V are less than the mark of U? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ തെറ്റിപ്പോകാനുള്ളൊരു സാധ്യത ഉണ്ട്. ഞാനത് കാര്യം പറയാം. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. യുവും വിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 വ്യക്തികളാണ്. യു ഗെറ്റ് 5% മോർ മാർക്ക് ദാൻ വി. വിക്ക് 100 ആണെങ്കിൽ യുവിന് 105. ഇത്രയല്ലേ ഉള്ളൂ. 5% കൂടുതൽ മാർക്ക് കിട്ടുന്നു പറയുന്നത്. ഇത് വലിയ കാര്യമൊന്നുമല്ല കേട്ടോ. ഇത് എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് മോർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നു. ആ സമയത്ത് നമുക്ക് ആ തോട്ട് ഗ്രാജുവലി വന്നോളും. അപ്പോൾ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ വിയുടെ 5% കൂടുതലാണ് യുവിന് എങ്കിൽ യുവിൻ്റെ എത്ര പെർസെൻറ്റേജ് കുറവാണ്? 100 എന്നാണ്. ഇവിടെ ഒരു 5 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടെ ഉണ്ടാണെങ്കിൽ അത് ചെയ്യാനുള്ളൊരു ടെൻഡൻസി പലർക്കും വരും. തെറ്റാണ്, അങ്ങനെ പോകരുത്. ഇതിൻ്റെ 5% കുറവല്ല ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കേണ്ട? ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 5. 5ൻ്റെ ഏതുമായിട്ടാണ് നമ്മൾ കമ്പാരിസൺ ചോദിച്ചിട്ടുള്ളത്? ഹൗ മാർക്ക് വി ലെസ് ദാൻ യു എന്നാണ് ചോദിച്ചത്. യുവിനേക്കാളും എത്ര കുറവാണ്? അപ്പോൾ കമ്പയർ ചെയ്യേണ്ട ഏതുമായിട്ടാണ്? യുവിൻ്റെ മാർക്കുമായിട്ട്. പെർസെൻറ്റേജിലോട്ടേക്ക് മാറ്റാൻ വേണ്ടി ഇൻറ്റു 100. 5ഉം 105ഉം തമ്മിൽ ചെയ്യുമ്പം 26. 100/126 എന്ന് പറയുമ്പോൾ 4.7 ആൻസർ ഓപ്ഷൻ 3. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 420 പ്ലസ് കാൽക്കുലേഷൻ പാർട്ടാണ്. ബോർഡ് മാസ് നമുക്കറിയുന്ന കാര്യം തന്നെ. ബോർഡ് മാസ് ബ്രാക്കറ്റ് ഓർഡേഴ്സ് ഓർ ഓഫ് എന്ന് പറയുന്നത് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ഇത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടേക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താ? ആദ്യം നമുക്ക് ഡിവിഷൻ ഉണ്ട്. 64/8 8. 3 × 2 6 പ്ലസ് 420. 420 പ്ലസ് 8 428 6 കുറച്ചാൽ 422 ഓപ്ഷൻ 2.
മാർക്കറ്റ് പ്രൈസ് ആൻഡ് സെല്ലിംഗ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ ഈസ് 6600 ആൻഡ് 4752 റെസ്പെക്റ്റീവ്ലി. വാട്ട് ഈസ് ദ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മാർക്കറ്റ് പ്രൈസ് എത്രയാണെന്ന് പറഞ്ഞത് 6600 ആൻഡ് സെല്ല് ചെയ്തിട്ടുള്ളത് ഏത് പ്രൈസിനാണ് 4752. ആക്ച്വലി ഇതൊക്കെ ഒരു ടേംസ് അറിയാമെന്നുള്ളത് മാത്രമല്ല. മാർക്കറ്റ് പ്രൈസ് എന്ന് വെച്ചാൽ MRP ഒരു ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങാൻ ചെല്ലുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ പ്രിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഫിഗറില്ലേ, അതാണ് മാർക്കറ്റ് പ്രൈസ്. പക്ഷെങ്കിൽ ആ പൈസയ്ക്ക് ആയിരിക്കുമോ എല്ലാ സമയത്തും നമുക്ക് ആ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത്? എന്തെങ്കിലും ഒരു പൈസ കുറവുണ്ട്. ആ കുറഞ്ഞ എത്ര പൈസയാണോ നമ്മൾ വാങ്ങിച്ചോണ്ട് പൈസ കൊടുക്കുന്ന ആ ഫിഗർ, അതാണ് സെല്ലിംഗ് പ്രൈസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ രണ്ടിലും ഉണ്ടാകുന്നത് വാട്ട് ഈസ് ദ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്. അപ്പോൾ ഡിസ്കൗണ്ട് എത്രയാണ്? മാർക്കറ്റ് പ്രൈസിൽ നിന്ന് സെല്ലിംഗ് പ്രൈസ് നമ്മൾ എത്ര രൂപയ്ക്കാണോ വാങ്ങിയത് 6600 മൈനസ് 6475 മൈനസ് ചെയ്യുന്ന സമയത്ത് എത്ര വരും? ഇത് രണ്ടും നമ്മൾ ഡിഫറൻസ് എത്രയാ? 1848. ശരിയല്ലേ? ഇനിയിപ്പോൾ ചോദിച്ചത് എന്താ? വാട്ട് ഈസ് ദ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എന്നാണ് ചോദിച്ചത്. ഡിസ്കൗണ്ട് ഏതിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? അവർ വെച്ചിട്ടുള്ള ആ MRP റേറ്റ് എന്നല്ലേ? ആ MRP റേറ്റിനെയാണ് നമ്മൾ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഡിവൈഡ് ബൈ കമ്പയർ ചെയ്യേണ്ടത് മാർക്കറ്റ് പ്രൈസ് പെർസെൻറ്റേജിലോട്ടേക്ക് ഇൻറ്റു 100. സോ എങ്ങനെ പോയി? ഇതാ പോയി. ഇനി നിങ്ങൾ ഈ സാധനം 1648 6 ഇൻറ്റു 11 സ്പ്ലിറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം കാൽക്കുലേഷൻ പാർട്ടിലോട്ടേക്ക് ഇത് പോകണ്ട. ഇതിലോട്ടേക്ക് നോക്കുന്ന സമയത്ത് കുറച്ച് അഡ്വാൻറ്റേജസ് കാണും. ഓപ്ഷനിൽ നിന്ന് എടുക്കാനുള്ളതാണ്. 6ൻ്റെ ഏതൊക്കെ മൾട്ടിപ്പിൾസുകളാണ് നമുക്ക് 8 അവസാനിക്കുന്നത്? 6 ഇൻറ്റു 3 വന്നിട്ടുണ്ടെങ്കിൽ കിട്ടുമായിരുന്നു. 6 ഇൻറ്റു 8 വന്നാലും കിട്ടും. 3ൽ എൻഡ് ചെയ്യുന്നൊരു ഓപ്ഷൻ ഇവിടെ അല്ല. സോ 8ൽ എൻഡ് ചെയ്യുന്ന ഓപ്ഷനുണ്ട്. അപ്പോൾ ഓപ്ഷനിൽ നിന്ന് അങ്ങോട്ടേക്ക് പോവാം. എല്ലാം ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതല്ല, എത്രയും പെട്ടെന്ന് ആൻസറിലോട്ടേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ആൻഡ് വി ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ എഴുതിക്കൊണ്ട് തന്നെ പോവാം. എക്കും ബിക്കും കൂടെ ചേർത്തിട്ട് 14/3 ദിവസം വേണം ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. വൈൽ ബിക്കും സിക്കും കൂടെ 12/5 ഡേയ്സ് വേണം. ആൻഡ് എ പ്ലസ് സിക്ക് എത്ര ഡേയ്സാണ് വേണ്ടത്? 163 ഡേയ്സ് വേണം. ഇപ്പോൾ ഡേയ്സ് ആണെന്നുള്ളത് ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബൈ വർക്കിംഗ് ടുഗദർ വാട്ട് പാർട്ട് ഓഫ് സെയിം വർക്ക് ഓൾ 3 ക്യാൻ ഫിനിഷ് ഇൻ 2 days? ടോട്ടൽ വർക്കിൻ്റെ എത്ര പാർട്ടാണ് ഇവർ 3 പേരും എയും ബിയും സിയും മാത്രം കൂടെ വർക്ക് ചെയ്താൽ എത്ര പാർട്ട് ടോട്ടൽ വർക്കിൻ്റെ തീരും? അതാണ് ക്വസ്റ്റ്യൻ. സോ അതിന് നമുക്ക് ഇതിൽ നിന്ന് ടോട്ടൽ വർക്ക് എത്ര ഉണ്ടെന്നുള്ളത് അറിയണം. ടോട്ടൽ വർക്ക് എങ്ങനെ കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് ഡേയ്സിൽ എത്രയാണല്ലോ അതിൻ്റെ LCM കണ്ടുപിടിച്ചാൽ മതി. സോ ഇതിൻ്റെ LCM നമുക്ക് കിട്ടുന്നത് 336 വിച്ച് മീൻസ് ഇത്രയും വർക്കാണ് നമുക്ക് ഇവിടെ ബാക്കി വരുന്നത്. അപ്പോൾ ഇനി പെർ ഡേ ഇവരുടെ എഫിഷ്യൻസി എത്രയെന്നുള്ളത് നമുക്കറിയണം. ഒരു ദിവസം ഇവർ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര എഫിഷ്യൻസി വരും? സോ ഇത് 72 140 എയും സിയും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര വരുന്നത്? 63. ഇത്രയും വരുന്നുണ്ട്. ഇതാണ് ഇവരുടെ ടോട്ടൽ എഫിഷ്യൻസി. ഇനിയിപ്പോൾ ഒരു ദിവസം 1 ഡേ, ഒരു ഡേയിൽ ഇവരുടെ ടോട്ടൽ എഫിഷ്യൻസി എത്രയാണ് കിട്ടുന്നത് എന്ന് വെച്ചാൽ എന്താ? ഈ കിട്ടുന്ന സാധനം എന്താ? എ 2 തവണ വന്നിട്ടുണ്ട്, ബി 2 തവണ, സി 2 തവണ. 2 തവണ എയും ബിയും സിയും കൂടെ വർക്ക് ചെയ്താൽ കിട്ടുന്ന എഫിഷ്യൻസിയാണ് ഈ തന്നിരിക്കുന്നത് അല്ലേ? ഇതും കൂടെ ആഡ് ചെയ്താൽ എന്താ വരുന്നത്? 275 ആണ്. 2 തവണ എ 2 തവണ ബി 2 തവണ സി കൂടെ ചേർത്തുകൊണ്ട് വരികയാണെന്നുണ്ട്. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി ഒരു തവണ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തെ അവരുടെ എഫിഷ്യൻസി എത്രയാണ്? 275/2 അല്ലേ? നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താ? 2 ദിവസം കൊണ്ട് അവർ എത്ര വർക്ക് ചെയ്യുന്നതാണ് ചോദിച്ചത്. അപ്പോൾ 2 ഡേയ്സിൽ അവരുടെ എഫിഷ്യൻസി എത്രയാണ്? 275/2 ഉണ്ട്. 2 ദിവസം കൊണ്ട് ചെയ്യണു. സോ 275 ആണ് അവർ 2 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുന്ന വർക്ക്. അത്രയും വർക്ക് അവർ ചെയ്ത് തീർക്കും. ഇനി എന്താ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? ടോട്ടൽ വർക്കിൻ്റെ എത്ര പാർട്ടാണ് 2 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുക? ടോട്ടൽ വർക്ക് എത്രയാ? 336. അപ്പോൾ 336ൻ്റെ എത്ര പാർട്ടാണ് അവർ ചെയ്ത് തീർക്കുന്നത്? 275/336. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ടേക്ക് വരുന്നത്. ഫ്രം പോയിന്റ് പി എക്സ് വാക്ക് അറ്റ് എ സ്പീഡ് ഓഫ് 12
ഒരു പോയിൻ്റ് ഉണ്ട്, ഇവിടെ നിന്ന് പോയിൻ്റ് പി, അവിടെ നിന്ന് എക്സിൻ്റെ സ്പീഡ് എത്രയാണ്? 12 km/h ആണ്. ആൻഡ് 6 hours ശേഷം Y also start walking from same point on the cycle after him at the speed of 16 km/h. How far from the starting point? Point പറയണ്ടേ. അടുത്ത ക്വസ്റ്റ്യനിലോട്ടേക്ക് വരാം. From point P, X walk at a speed of 12 km/h and 6 hours after his start. Y also start walking from same point P on his cycle after him at a speed of 16 km/h. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു വ്യക്തി ഒരു പോയിന്റിൽ നിന്ന് 12 km/h നടന്നു തുടങ്ങി, അതല്ലേ? അതിനുശേഷം 6 മണിക്കൂറിന് ശേഷം Y സ്റ്റാർട്ട് ചെയ്തു വിത്ത് സ്പീഡ് 16 km/h. ചോദിച്ചുള്ള ചോദ്യം എന്താ? എത്ര ദൂരം കഴിഞ്ഞതിന് ശേഷമാണ് രണ്ടുപേരും തമ്മിൽ മീറ്റ് ചെയ്യുക? അപ്പോൾ നമുക്കതിലോട്ടേക്ക് വരച്ച് കാണിച്ചൂടെ? അപ്പോൾ ഒരു പോയിന്റ് ഇതാ ഇവിടെ നിന്ന് മാർക്ക് ചെയ്യുന്നു. 12 km/h ആണ് ഒരു വ്യക്തിയുടേത്. അദ്ദേഹം 6 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും? എന്നിട്ട് എല്ലാം ബേസിക്സ് ആയിട്ടുള്ള ഒരു ഒറ്റ ഇക്വേഷനുള്ളൂ. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. വേറൊന്നും വരുന്നില്ല. ഈ ഇക്വേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് മാറി മാറി കളിക്കുന്നു. ദാറ്റ്സ് ഓൾ. അപ്പോൾ 12 km/h കൊണ്ട് 6 hours എത്ര ദൂരം അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ടാവും? അപ്പോൾ ഡിസ്റ്റൻസ് എത്രയാണ്? സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് 12 × 6 മീൻസ് 72 km. ഓൾറെഡി ഈ വ്യക്തി എക്സ് എത്തിയതിന് ശേഷമാണ് ആര് സ്റ്റാർട്ട് ചെയ്യുന്നത്? വൈ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് വിത്ത് സ്പീഡ് എത്രയാ? 16 km/h. ഇതൊരൊറ്റ ഇനി ചോദിച്ചിട്ടുള്ളത് ഇവിടെ നിന്ന് ഈ വ്യക്തി ഇനി മുൻപിലോട്ടേക്ക് എക്സ് മുന്നിലോട്ടേക്ക് പോകുന്നു, വൈ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. എത്ര ഡിസ്റ്റൻസിലാണ് രണ്ട് പേരും മീറ്റ് ചെയ്യാം? ഇത് ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി ഈസി 2 സ്റ്റെപ്പിൽ ചെയ്യുന്നതാണ്. വിച്ച് മീൻസ് എത്ര ടൈം കൊണ്ടാണ് അവർ ആദ്യം മീറ്റ് ചെയ്യുന്നത്, ആ ടൈമിനെ ഇവിടെ നിന്ന് എത്ര ദൂരത്തോട്ടേക്ക് എത്തിക്കുന്നു. അപ്പോൾ അതിന് റിലേറ്റീവ് വെലോസിറ്റിയുടെ കൺസെപ്റ്റ് എടുക്കുന്നതാണ് നന്നാവാം. ഇവരിപ്പോൾ ഓൾറെഡി എത്ര ഡിസ്റ്റൻസിലാണുള്ളത്? ആ മൊമെൻറ്റിൽ 72 km ഡിസ്റ്റൻസിലാണുള്ളത്. അപ്പോൾ നമുക്ക് ടൈം കിട്ടണമെങ്കിൽ ടൈം ഈസ് ഈക്വൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് എഴുതിക്കൂടെ? ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ടൈം എത്രയാണ് അറിയില്ല, അത് കണ്ടുപിടിക്കണം. 72 km റിലേറ്റീവ് സ്പീഡ് എടുക്കണം. ഈ സമയത്ത് എടുക്കുന്നവരും രണ്ടും ഒരേ ഡയറക്ഷനിലോട്ടേക്കാണ് വന്നത്. 12, 16 സെയിം ഡയറക്ഷനിലോട്ടേക്ക് പോകുന്ന സമയത്ത് മൈനസ് ചെയ്യണം. 16 - 12 72/4 ഈസ് ഈക്വൽ ടു 18 hours ശേഷമാണ് ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? 18 hours കൊണ്ട് ഈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വ്യക്തി എത്ര ദൂരം എത്തും? അതാണ് അവരുടെ രണ്ടുപേരുടെയും മീറ്റിംഗ് പോയിന്റ്. അപ്പോൾ ഇനി അഗെയിൻ നമുക്ക് വേണ്ടത് എന്താ? ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് ഈ വ്യക്തിയുടെ 16 ആണ്, ടൈം 18 hours ആണ്. 16 × 18 എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്താ ആൻസർ വരുന്നത്? 288 ആൻസറിലോട്ടേക്ക് കിട്ടും. There are 2 numbers such that the first number is half of the second number. If their average is 15, then what is the first number? അപ്പോൾ എ ബി എന്ന് പറഞ്ഞുകൊണ്ട് 2 നമ്പേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? സെക്കൻഡ് നമ്പറിൻ്റെ പകുതിയാണ് ഫസ്റ്റ് നമ്പർ. റേഷ്യോ ആക്ച്വലി ഇങ്ങനെ തന്നെയല്ലേ വരാൻ പോകുന്നത്. ആൻഡ് ദെയർ ആവറേജ് 15 ആണ്. എന്ന് വെച്ചാൽ ഈ രണ്ട് പാർട്ട് +2. അതിനങ്ങനെയല്ല നമ്മൾ ആവറേജ് കാണുന്നത്. +2 അല്ല /2 ഈസ് ഈക്വൽ ടു 15 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും പാർട്ടാണ് നമുക്ക് വരുന്നത്. കാരണം ഈ നമ്പേഴ്സ് ഏത് വേണമെങ്കിലാവാം, നമുക്കറിയില്ല. അപ്പോൾ പക്ഷേ അത് 50:100 ആണെങ്കിലും 25:50 ആണ് വന്നാലും അവസാനം ഫൈനൽ റേഷ്യോ ഇങ്ങനെ തന്നെ വന്ന് നിൽക്കും. കൺസെപ്റ്റ് വെച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. നമ്മളോട് ചോദിച്ചത് എന്താ? സ്മോളസ്റ്റ് നമ്പർ എത്രയാണെന്ന് വെച്ചാൽ പാർട്ട് 1 എത്രയാണെന്നുള്ളത് ചോദിച്ചിട്ടുള്ളത്. 3/2 പാർട്ട് 15 ആണ് എങ്കിൽ 1 പാർട്ട് എത്ര വരും? 15 × 2/3 1 പാർട്ടിൻ്റെത് 1 പാർട്ട്. സോ 5 ഈസ് ഈക്വൽ ടു 10. ഇങ്ങനെ ചെയ്താൽ മതി. ബട്ട് ഇത് പെട്ടെന്ന് ഈ ഒരു കോൺസെപ്റ്റ് വരാത്ത ആളുകൾക്ക് വേണ്ടി ഒരു കാര്യം കൂടി പറയാം. എ ഈസ് ഈക്വൽ ടു നമ്മളോട് ഇപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? b/2 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ നമ്പറിൻ്റെ രണ്ടാമത്തെ നമ്പറിൻ്റെ പകുതിയാണ് ആദ്യത്തെ നമ്പർ, ഫസ്റ്റ് കണ്ടീഷൻ. രണ്ടാമത് പറഞ്ഞത് എയും ബിയും കൂടെ ആഡ് ചെയ്ത് അതിൻ്റെ ആവറേജ് കാണുകയാണെന്നുണ്ടെങ്കിൽ 15. സോ ചോദിച്ചിട്ടുള്ളത് എ ഈക്വൽ ടു വാർഡ് എന്നുള്ളതാണ് ചോദിച്ചത്. സോ ബിക്ക് ഏതെങ്കിലും ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്താം?
ബി ഈസ് ഈക്വൽ ടു 2a എന്ന് എഴുതിക്കൂടെ, ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ച്. സോ ആ ബിക്ക് പകരം 2a ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. a + 2a / 2 is equal to 15. സോ 3a is equal to 30, a is equal to 10. ഏതാണോ നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ളത് അത് ഫോളോ ചെയ്യുക. ഫൈനൽ ആൻസർ നമുക്ക് ഏത് രീതിയിൽ ചെയ്താലും 10 കിട്ടും. A is firstly increased by 20%, then it is decreased by 30%. Final value of A is what percentage of initial value of A? സിമ്പിൾ ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ഇനീഷ്യൽ വാല്യൂ 100%-ൽ നിൽക്കുകയാണെന്ന് പറയാം. 100%-ൻ്റെ മുകളിലോട്ടേക്ക് 20% കൂടി, 120/100. പിന്നെന്താ സംഭവിച്ചത്, 30% കുറഞ്ഞു എന്ന് വെച്ചാൽ എന്താ, 70. 70/100 ആയിട്ട് മാറി, 70% ആയിട്ട് മാറി. സോ ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകുന്നു. 0 0 0 0 12 × 7 84%. A can do a piece of work in 7 hours. B and C എഴുതിക്കൊണ്ട് വരാം അല്ലേ. എക്ക് 7 മണിക്കൂർ കൊണ്ടും ബി പ്ലസ് സിക്ക് 21/4 അവേഴ്സ് കൊണ്ടും എ പ്ലസ് സിക്ക് 7/2 അവേഴ്സ് കൊണ്ടും ചെയ്യാൻ പറ്റും ഒരു വർക്ക്. ഹൗ ലോങ് വിൽ ബി അലോൺ ടേക്ക് ടു ഡു ദിസ്? ബിക്ക് മാത്രം എത്ര ടൈം കൊണ്ടാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യം നമുക്ക് അറിയണേ, വർക്ക് എന്ന് വെച്ചാൽ എന്താ, നമ്പർ ഓഫ് ഡേയ്സ് ഇൻറ്റു എഫിഷ്യൻസി. ഒരു കുഞ്ഞ് ഇക്വേഷൻ പോലെ അവിടെ നിന്നോട്ടെ. സോ ഇതിലോട്ടേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ LCM എത്രയാണോ, നമ്പർ ഓഫ് ഡേയ്സിൻ്റെ LCM 7 21. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, ഇതിങ്ങനെ വരുന്ന രണ്ട് നമ്പേഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എങ്ങനെ LCM കാണുക, ന്യൂമറേറ്ററിൻ്റെ LCM-ഉം ഡിനോമിനേറ്ററിൻ്റെ HCF-ഉം കാണണം കേട്ടോ, പറഞ്ഞേ ഉള്ളൂ. ദെൻ പക്ഷേ ഈ ഒരു കേസിൽ വരുന്ന സമയത്ത് നമുക്ക് ഡിനോമിനേറ്ററിലോട്ടിൻ്റെ ആവശ്യമില്ല, ന്യൂമറേറ്ററിൻ്റെ എന്താണോ അതിൻ്റെ LCM മാത്രം കണ്ടുവച്ചേ. 7 21 7, അതിൻ്റെ LCM എന്താ വരുന്നത്, 21. അപ്പോൾ 21 വർക്കാണ് നമുക്ക് ബാക്കിയുള്ളത്. ടോട്ടൽ വർക്ക് 21 സോ പെർ ഡേ എഫിഷ്യൻസി ഓരോരുത്തർ എത്രത്തിലോട്ടേക്ക് വരും, ഇവിടെ 3 ആയിട്ട് മാറി. ജസ്റ്റ് ഇത് ഡിവൈഡ് ബൈ ചെയ്യുന്നതാണ് കേട്ടോ. 21/21/4 4 വരുന്നു. 21/7 3 × 6. ഇത്രയാണ് എഫിഷ്യൻസി. ഇത് നമ്പർ ഓഫ് അവേഴ്സ്. ഇനി എന്താ ചോദിച്ചത്, ഹൗ ലോങ് വിൽ ബി അലോൺ ടേക്ക് ടു ഡു ദിസ്? അപ്പോൾ കാര്യം സിമ്പിളാണ്. എയുടെ മാത്രം എഫിഷ്യൻസി 3. എയും സിയും കൂടെ ചേർത്തിട്ട് എത്ര ചെയ്യുന്ന പറഞ്ഞത്, 6 ചെയ്യുമെങ്കിൽ എക്ക് 3ഉം എയുടെ 3 ഇവിടെ പോയി. അപ്പോൾ സിക്ക് ഇനി ബാക്കി എത്രയുള്ളത്, 3 സിയുടെ എഫിഷ്യൻസി. അപ്പോൾ സി അഗെയിൻ ഇവിടെ വരുന്നു, സിയുടെ എഫിഷ്യൻസി 3 എങ്കിൽ ബിയുടെ എഫിഷ്യൻസി എത്ര, 1. ബിയുടെ എഫിഷ്യൻസി നമുക്ക് ഇവിടെ 1 വരും. നേരത്തെ നമ്മളൊരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്, എഫിഷ്യൻസി ഇൻറ്റു നമ്പർ ഓഫ് അവേഴ്സ് ആണ് ടോട്ടൽ വർക്ക്. അപ്പോൾ എഫിഷ്യൻസി 1 എത്ര അവറിലാണെന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത്. ടോട്ടൽ വർക്ക് 21. സോ ഒന്നും നോക്കാനില്ല, 1 × അവർ ഇറ്റ് മീൻസ് 21. ഫൈനൽ ആൻസർ 21 അവർ കൊണ്ട് നമുക്ക് ടോട്ടൽ വർക്ക് ബി അലോൺ ചെയ്യും. വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പർ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 11? അതിനൊരു കുഞ്ഞു മെത്തേഡ് 11ൻ്റെ ഡിവിസിബിലിറ്റിക്കുള്ളത് ABCDE എന്ന് പറഞ്ഞുകൊണ്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഡ് പൊസിഷനിൽ നിൽക്കുന്ന നമ്പേഴ്സിൻ്റെ സമ്മും ഈവൻ പൊസിഷനിലുള്ളതിൻ്റെ സമ്മ് ചെയ്തതിൻ്റെ ഡിഫറൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 0 ഓർ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 11 വേണം. ഇതാണ് 11ൻ്റെ മൾട്ടിപ്പിൾ ആണ് ഒരു സംഖ്യ എന്ന് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. സോ ഇവിടെ നിന്ന് നമുക്ക് നോക്കിക്കൂടെ, 2 + 2 4 4 - 15 ഈസ് ഈക്വൽ ടു -11 കിട്ടുന്നുണ്ട്. സോ 11ൻ്റെ മൾട്ടിപ്പിൾ ആണ്. 2 + 6 8 8 - 10 ഈസ് ഈക്വൽ ടു -2 വിച്ച് ഇസ് നോട്ട് ഡിവിസിബിൾ ബൈ 11. വേറെ ഒന്നും ഫിനിഷ് ചെയ്തേക്കാം. 2 + 5 7 7 - 6 7 0 11ൻ്റെ മൾട്ടിപ്പിൾ ആണ്. 8 - 8 ഈസ് ഈക്വൽ ടു 0 11ൻ്റെ മൾട്ടിപ്പിൾ ആണ്. ഇഫ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് 5 ഷർട്ട് ഈസ് സെയിം ആസ് ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് 3 ഷർട്ട്, ഫൈൻഡ് ദ പ്രോഫിറ്റ് പെർസെൻറ്റേജ്. സിമ്പിളാണ് കാര്യം. എന്താ പറഞ്ഞിരിക്കുന്നത്, കോസ്റ്റ് പ്രൈസ് ഓഫ്
5 ഷർട്ട് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് ഓഫ് 3 ഷർട്ട്. അപ്പോൾ ചോദിച്ചിട്ടുള്ളത് എന്തെന്ന്, അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് കാര്യം കിട്ടും? CP/SP ഈസ് ഈക്വൽ ടു 3/5 എന്ന് കിട്ടില്ലേ? ഇനി CP/SP എന്താന്ന് പറഞ്ഞാൽ മതി, കോസ്റ്റ് പ്രൈസ്. 3 രൂപ ഉണ്ടായിരുന്ന ഒരു സാധനം 5 രൂപയ്ക്ക് വിറ്റു എന്ന് പറഞ്ഞാൽ എന്താ കാര്യം? 2 രൂപ അവിടെ ലാഭം കിട്ടിയെന്നല്ലേ, അതല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലാഭ ശതമാനം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 2 രൂപ ലാഭം കിട്ടി. എത്ര രൂപയുടെ സാധനമായിരുന്നു സെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നത്? 3 രൂപയുടെ സാധനം സെല്ല് ചെയ്തപ്പോഴാണ് ആ ലാഭം കിട്ടിയത്. ഇൻറ്റു 100. സോ 200/3. 200/3 എന്ന് പറഞ്ഞ 66.66%. ഓപ്ഷൻ 4. Average of 4 number is 24. Average of first 2 number is double of average of last 2 number. What is the last 2 numbers? What is the sum of last 2 number എന്നാണ്. What is the sum of last 2 number? അപ്പോൾ കാര്യം എത്ര പറഞ്ഞിട്ടുള്ളൂ? A+B+C+D. ഇതിൻ്റെ ആവറേജ് എത്രയാണെന്ന് പറഞ്ഞിട്ടുള്ളത്? by 4 ഈസ് ഈക്വൽ ടു 24. അപ്പോൾ 24 × 4 ഞാനിവിടെ ആദ്യം എഴുതി വെക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ആവറേജ് ഓഫ് ഫസ്റ്റ് 2 നമ്പർ ഈസ് A+B/2 ഈസ് ഈക്വൽ ടു ട്വൈസ് ദ ഡബിൾ ഓഫ് ദ ആവറേജ് ഓഫ് ലാസ്റ്റ് 2 നമ്പർ. ലാസ്റ്റ് 2 നമ്പർ C+Dൻ്റെ ആവറേജിൻ്റെ ഡബിൾ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇതിൽ നിന്ന് നമുക്ക് എന്തിലോട്ടേക്ക് മാറ്റാം? ഈ 2ഉം പോയി, ഈ 2ഉം പോയി. A+B ഈസ് ഈക്വൽ ടു 2 × C+D എന്ന് എഴുതിക്കൂടെ? അപ്പോൾ ഈ A+Dക്ക് പകരം ഞാൻ എന്ത് എഴുതുന്നു? 2 × C+D എന്ന് എഴുതുന്നു. പ്ലസ് ഇവിടെ ഉണ്ടായിരുന്ന സാധനം എന്താണോ